കെ.സി. വേണുഗോപാലിനെ നല്ല രീതിയിൽ ചിത്രീകരിച്ചാൽ ദോഷമൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന് എന്താ കുഴപ്പം? അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു വ്യക്തിയെ നന്നായി പറയുന്നത് ഒരു തെറ്റായിട്ട് ആരും കാണരുത്. അതല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് മോശമല്ലല്ലോ പറഞ്ഞു. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയുന്ന ഏറ്റവും നല്ല കാര്യം തന്നെ. എന്ന് വെച്ചാൽ കെ.സി. വേണുഗോപാലിനെ കുറിച്ച് നന്മ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിന്തുണയാണോ? എന്റെ പിന്തുണ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്, എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉണ്ട്. അല്ല, അതിനെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. 4-ാം തീയതി വൈകുന്നേരം 4 മണിയാകുമ്പോൾ ക്ലിയർ പിക്ചർ വരും. UDF-ന് ഭൂരിപക്ഷം കിട്ടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് ചില ക്രമീകരണങ്ങളുണ്ട്. അത് വാട്സപ്പ് നോക്കിയോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയിട്ടോ അല്ല തീരുമാനിക്കുക. MLA-മാരുടെ യോഗം ഹൈക്കമാൻഡ് വിളിക്കും. ഓരോ MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. അതനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതിൽ കൂടുതലായിട്ട് ഒന്നും സംഭവിക്കില്ല. അല്ല, ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഒഴിവാക്കണമല്ലോ. എന്തിനാ ഇപ്പൊ പരസ്യമായിട്ട് പറയേണ്ട ആവശ്യം എന്താ? 4-ാം തീയതി കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ മുമ്പിൽ അഭിപ്രായം പറയാമല്ലോ. പറയാൻ യോഗ്യത ജനങ്ങൾ നൽകിയവർക്ക് അഭിപ്രായം പറയാം. അപ്പോ അതുവരെ കാത്തിരിക്കുക. അതിന് പകരം ചില ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന രീതി ശരിയല്ല. ആരാധനപൂത്ത ഏതെങ്കിലും കുറച്ച് ആളുകൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ നേതാക്കളുടെ തന്നെ പിന്തുണയോട് കൂടിയുള്ള ഒരു ആസൂത്രിതമായ നീക്കമില്ലേ? അല്ല, അത് ഏതായാലും ഹൈക്കമാൻഡ് ഇതൊക്കെ നിയന്ത്രിക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. MP-മാര് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട തീരുമാനിച്ചത് ഹൈക്കമാൻഡായിരുന്നു. ഒരു MP-യെ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് ഉയർത്തി കാണിക്കുക. അത് ശരിയാണ്? അങ്ങനെ വരേണ്ടത് ആര് ഉയർത്തി കാണിച്ചു? അല്ല, ഇപ്പൊ കെ സുധാകരൻ പറഞ്ഞു. അങ്ങനെ ആളുകൾ പലതും പറയും. ഇതിന് ചില നടപടിക്രമങ്ങളുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗം ചേരണം. അതായത് 10-ാം തീയതി അല്ല 4-ാം തീയതി 4 മണിക്ക് മുമ്പ് ഒരത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല. അതിന് അങ്ങനെ ചില നടപടിക്രമമുണ്ട്. അത് ഓരോ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. എന്റെ അഭിപ്രായം, ഞാൻ ജനങ്ങൾ 4-ാം തീയതി എന്നെ തെരഞ്ഞെടുത്താൽ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ ഞാൻ എന്റെ അഭിപ്രായം പറയും. ഇല്ല, ഇവിടെ അങ്ങനെ വ്യക്തി ആരാധനയില്ല. ഞങ്ങൾ ടീം UDF ആണ്. ഈ കെ.സി. വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല ഇങ്ങനെ പല പേരുകൾ ചെയ്തു. അവസാനം ഈ മണ്ണൻ ചാടി പെണ്ണുകൊണ്ട് പോകും. ഏതായാലും 4-ാം തീയതി കഴിയട്ടെ. എന്തിനാ ബഹളം വയ്ക്കുന്നതിനാ? 4-ാം തീയതി കഴിയട്ടെ. ഇപ്പം സണ്ണി ജോസഫ് ഇപ്പം മാധ്യമങ്ങളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവന ശരിയല്ല. അതെ. പക്ഷെ അതിനുശേഷം ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ അല്പസമയം മുമ്പാണ് VS ശിവകുമാർ ഇതേപോലെയുള്ള സമാന സ്വഭാവത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വിലക്കിന് ശേഷവും ഇതുപോലെയുള്ള പരസ്യ പ്രതികരണങ്ങൾ തുടരുകയാണ്. അത് നിയന്ത്രിക്കേണ്ടത് നിയന്ത്രിക്കണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂടെയാണ്. എനിക്ക് അമിതമായിട്ടുള്ള യാതൊരു ആഗ്രഹവുമില്ല. ഞാൻ 8 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവ് മന്ത്രിയായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കാണണ്ട. ഇതൊക്കെ ഏതുവരെ പോകുന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വട്ടിയൂർക്കാവിൽ മത്സരിച്ച്. ഞാൻ എന്റെ കുടുംബം. എനിക്ക് അതിന് മേലെ ഒരു ചിന്തയില്ല. വട്ടിയൂർക്കാവിൽ വിജയിച്ചു കഴിഞ്ഞാൽ വട്ടിയൂർക്കാവിന്റെ വികസനം, അതിൽ മാത്രം ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ബാക്കി ഏതിൽ വേണമെങ്കിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യും. എന്തായാലും ഞാൻ അംഗീകരിക്കും. ഹൈക്കമാൻഡാണ് ഫൈനൽ. ഹൈക്കമാൻഡ് എന്ത് പറയുന്നു അത് ഞാൻ അനുസരിക്കും. പക്ഷെ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുകയും ചെയ്യും. ഈ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ നേതാക്കൾ തമ്മിലുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞാണ് ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഗ്രൂപ്പ് ഡാൻസ് കളിക്കേണ്ട സ്ഥാനത്ത് സിംഗിൾ ഡാൻസ് കളിക്കുന്നു. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വാചകം ഏറ്റെടുക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞങ്ങളുടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ നോക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ച് ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കളിക്കണം, ഇതിൽ സിംഗിൾ ഡാൻസ് കളിക്കരുത്. അത് പറഞ്ഞാൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. ജയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് ടീം UDF. സതീശ പറഞ്ഞ തോറ്റാലും ജയിച്ചാലും അതിന്റെ ഉത്തരവാദിത്തമാണ്. ജയിച്ചാൽ അതിന്റെ സ്വാഭാവിക ക്രെഡിറ്റും അങ്ങനെ വരുന്നത് ടീം UDF. അതെ, അത് ഉറപ്പുണ്ട്. ആ കാര്യത്തിൽ ഉറപ്പുണ്ട്. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഒരു അഭിപ്രായം തന്നെ. പിന്നെ അതിന് ശേഷം എന്തുള്ളതിനെ കുറിച്ച് അപ്പൊ അങ്ങ് നോക്കാം. സമയമുണ്ടല്ലോ.